അപ്പോൾ നമുക്ക് ആ ശബ്ദരേഖ ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ ഒറ്റപ്പാടും തമ്മിൽ മാറ്റും. എന്റെ ജീവനാണ്. പ്രാർത്ഥന എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഫിലിപ്പ് മമ്പാട് മുൻ പോലീസ് ഉദ്യോഗസ്ഥനും സോഷ്യൽ മീഡിയ മോട്ടിവേഷണൽ സ്പീക്കറുമായിട്ടുള്ള ഇദ്ദേഹത്തെ പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കാണാനിടയായി. പൊതുവെ ഞാൻ ന്യൂസ് അങ്ങനെ ആക്റ്റീവായിട്ട് കാണുന്ന ഒരാളല്ല, പക്ഷേ ഇങ്ങനെ വൈറലായി വരുന്ന കേസുകൾ മാത്രമേ ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുള്ളൂ. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കുണ്ടായിട്ടുള്ള ചില സംശയങ്ങളുടെ ബേസിലാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കാരണം പോലീസിൽ സർവീസ് ചെയ്തിട്ടുള്ള ഒരാളും മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടെയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ, അതും ഒരു പോസ്കോ കേസിൽ പ്രതിയാവും, അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ കേട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ്, മോട്ടിവേഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സംശയമാണ്, ഇങ്ങനെ ഒരു പോലീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം ഉണ്ടാവുമോ? അല്ലെങ്കിൽ അതും പോസ്കോ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു കേസാണല്ലോ. അതിലൊക്കെ പ്രതിയാവുക എന്ന് പറയുമ്പോൾ വളരെയധികം ഗൗരവമേറിയ ഒരു വിഷയമാണ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ കേൾക്കുന്നത് ഇഷ്ടമാണ്. കാരണം മോട്ടിവേഷൻ ഇഷ്ടപ്പെടാത്ത ആരായിട്ടുണ്ടാവില്ല. ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും മോട്ടിവേഷൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, നമ്മുടെ മാനേജർ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ നമുക്ക് മോട്ടിവേഷൻ കിട്ടാറുണ്ട്. നമ്മൾ ഒരുപാട് ഇൻസ്പയർഡ് ആവും അതിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ആവും. കാരണം നമ്മൾ പലപ്പോഴും വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന്, മാനേജേഴ്സിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയിലായിരിക്കും നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത്, വിജയിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഒരു പോസ്കോ കേസിലൊക്കെ അറസ്റ്റ് ചെയ്യുമോ? ഭയങ്കരമായിട്ട് എനിക്ക് സംശയം ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതും ഇങ്ങനെയൊക്കെ മോട്ടിവേഷൻ സ്പീക്കറാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്, പിന്നെ പോലീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടെ ആയതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് സംശയം തോന്നാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ശബ്ദരേഖ ഞാൻ ഈ യൂട്യൂബിൽ കണ്ടു. അപ്പൊ അത് എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ വോയിസുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ അതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്താലോ എന്നുണ്ട്. മാത്രമല്ല അത് നമ്മുടെ മമ്പാട്ടിലാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് മമ്പാടെന്ന്. മമ്പാടെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. കാരണം ഞാൻ താമസിക്കുന്ന കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഈ മമ്പാടുള്ള ഒരാളും കൂടിയാണ്. ഇദ്ദേഹത്തെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ പലപ്പോഴും സോഷ്യൽ മീഡിയ വീഡിയോസിലൂടെ മാത്രമേ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു പോലീസ്, ഇദ്ദേഹം എവിടെയാണ് പോലീസായിട്ട് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ, സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കർ. എത്രയോ മോട്ടിവേഷൻ ഇദ്ദേഹം ചെയ്തു. പല ആൾക്കാരും നന്മയിലോട്ട് നയിച്ചിട്ടുള്ള, വഴി കാട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു കേസിൽ പ്രതിയാകുമോ എന്നൊരു സംശയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. കാരണം എനിക്ക് ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇതിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഞാനും മോട്ടിവേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് മോട്ടിവേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ന്യൂസ് ഇങ്ങനെ കാണാൻ വയ്യ. കാരണം എനിക്കിങ്ങനെ ന്യൂസ് ഒരുപാട് നേരം ഇങ്ങനെ കുത്തിയിരുന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്തി പിടിക്കും. അപ്പൊ ഞാൻ അധികം അങ്ങനെ ന്യൂസ് ഒരുപാട് നേരം, കാരണം ഈ ഫാക്ട്, നമുക്ക് ഏതാണ് ഫാക്ട് ഏതാണ് തെറ്റ് എന്നോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും പല വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്, റീച്ചിന് വേണ്ടിയും വ്യൂസിന് വേണ്ടിയിട്ടും. പക്ഷെ ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് വീഡിയോസ് ചെയ്യുന്ന പലപ്പോഴും ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യണോ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് അല്ലാതെ തന്നെ വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഇത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഒരുപാട് വീഡിയോസ്, ഇത് എന്തിനാണ് അവർ ചെയ്യുന്നത്? റീച്ചിനാണോ അതോ മറ്റുള്ള എന്തെങ്കിലും ശരിക്കും ഇങ്ങനെ ഉണ്ടായിട്ടാണോ? അദ്ദേഹത്തിന്റെ കൂടുതലായിട്ട് അറിയുന്ന നെയ്ബേഴ്സ്, അതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന പല ആൾക്കാരുടെയും വീഡിയോസ് കണ്ടു. അപ്പൊ അതിനകത്തൊക്കെ പറയുന്ന രീതി വേറെ രീതിയിലാണ്, പിന്നെ മറ്റുള്ള ന്യൂസിൽ വേറെ രീതിയിൽ പറയുന്നു. അപ്പൊ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കർ, മുൻ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഇങ്ങനെ ചെയ്യുമോ? അതും പോസ്കോ കേസിൽ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു സമയത്ത് വന്നിട്ട് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അറിവിൽ നിന്ന്, നിങ്ങൾ കണ്ട ന്യൂസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ശരി, എന്താണോ തെറ്റ്, എന്തുമാവട്ടെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ആ ശബ്ദരേഖ ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ ഒറ്റപ്പാടും തമ്മിൽ മാറ്റും.
എന്റെ ജീവനാണ്. കാലത്തിന്റെ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? അച്ചായ വന്നോ? പ്രോഗ്രാം ദുബായിൽ സെറ്റ് ചെയ്യോടെ. പ്രോഗ്രാം പേര് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു പരിപാടി അവിടെ എന്തെങ്കിലും നമുക്ക് അറിയുന്ന ടീമിനെ വിളിച്ചിട്ട് ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടി മതിയെ ഒരു പ്രോഗ്രാം വിളിച്ചോടെ കേട്ടോ. പൊന്നെ എനിക്ക് ഇതിനെ കാണുന്ന സത്യം ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഫോൺ വിളിക്കാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ ആ ശബ്ദരേഖ ഞാൻ കേട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി എനിക്ക് തോന്നി. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.